അവന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി വന്നത്. എല്ലാ മക്കളെ എന്തായിരുന്നാലും എന്റെ അപ്പൂപ്പൻ പോയി അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കായി. എനിക്ക് ആരെടുത്തരും ഇല്ല. ഈ കുടുംബത്തിൽ നടക്കുന്ന കാര്യം സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിടുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കേസാണ്. അങ്ങനെ ഒരു പരിപാടിയാണ് തൻവി, നമ്മുടെ അഹാന ഓസി അവരുടെ കസിൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും കൂടെ ഈ അഹാനയുടെ ഫാമിലി അറ്റാക്ക് ചെയ്തു. ഈ തൻവി ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻവിയുടെ അമ്മൂമ്മയെ നോക്കാൻ ആരുമില്ല, അതായത് സിന്ധുവിൻ്റെ അമ്മയെ നോക്കാൻ ആരുമില്ല. അതുകൊണ്ട് താൻ നോക്കാൻ വേണ്ടി നാട്ടിലോട്ട് വരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ കാനഡയിലെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നാട്ടിൽ വരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് കേട്ട പാടെ കേൾക്കാത്ത പാടെ ഇതിന്റെ അടിയിൽ പോയി സിന്ധുവിനും കുടുംബത്തിനും എതിരെ കടുത്ത അറ്റാക്ക്. കാശുണ്ടാക്കിയാൽ മാത്രം പോരാ, സ്വന്തം അമ്മയെ നോക്കണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ എന്തായി, അഹാന ഒരു റിപ്ലൈ വീഡിയോ ആയിട്ട് വന്നു. അപ്പം എല്ലാവരും അങ്ങ് തിരിഞ്ഞു. തൻവി സ്വന്തം കുടുംബത്തിലുള്ളവരെ കണ്ടന്റായിട്ട് ഉപയോഗിച്ചു, അവരുടെ ഫെയിം ഉപയോഗിച്ച് അതിൽ നിന്ന് തന്റെ യൂട്യൂബ് ചാനൽ വളർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെയായി. ഇപ്പൊ രണ്ടായാലും പ്രശ്നം അവരുടെ കുടുംബത്തിനാണ്. അവർ തമ്മിലുള്ള ബന്ധമാണ് തകർന്നത്. ആ വീഡിയോ ഇട്ട വഴി സിന്ധുവും തൻവിയും അതുപോലെ തന്നെ അവർ കസിൻസ് തമ്മിലുള്ള ബന്ധമൊക്കെയാണ് തകർന്നിരിക്കുന്നത്. തൻവിയുടെ ആ വീഡിയോ ആദ്യം ഇട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി. ബിക്കോസ് കുടുംബത്തിൽ നടന്ന കാര്യം, സ്വന്തം അമ്മൂമ്മയുടെ ഇമോഷണൽ സാധനം എടുത്ത് പുറത്തിടുന്നത് അപ്പോഴേ എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. അതുകൊണ്ട് ഞാൻ ആ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്തില്ല. ഞാൻ വെയിറ്റ് ചെയ്തു, ഇവരുടെ ഭാഗത്ത് എന്തായാലും റിപ്ലൈ ഉണ്ടാവും. ബിക്കോസ് അത്രയ്ക്കൊരു ബാക്ക്ലാഷാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായി, അഹാന കൃത്യമായ മറുപടിയുമായിട്ട് വരികയാണ്. ആക്ച്വലി ഈ അഹാനയും അഹാനയുടെ അമ്മ സിന്ധു അവരൊക്കെ അമ്മൂമ്മയുമായിട്ട് കുറെ കാലമായിട്ട് നല്ല ടേംസിലല്ല. അവരുടെ അമ്മൂമ്മ ഇവരെ വേണ്ടാത്ത ഏതാണ്ടൊക്കെ പറഞ്ഞു, അതും ഭയങ്കര വെർസ്റ്റായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു രീതിയിലും അമ്മൂമ്മയായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത കാരണമാണ് അവരുമായിട്ട് ആ ബന്ധം ഇല്ലാത്തത് എന്നാണ് അഹാന പറയുന്നത്. ഷീ വാസ് സോ പ്രോബ്ലമാറ്റിക് ആൻഡ് അപ്പൂപ്പനെ ബെഡ്റൂം ഹോം നേഴ്സ് ബാത്റൂമിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് അപ്പൂപ്പനെ ബെഡ്റൂമിൽ കിടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനെ ഹോളിലാണ് കിടത്തിക്കൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഹിസ് ഹൗസ്. അപ്പൂപ്പൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് വെച്ച് ഉണ്ടാക്കിയ വീടാണ്. അപ്പം ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നമ്മളും പുള്ളിക്കാരിയായിട്ട് അടി ഉണ്ടാവത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൂപ്പൻ്റെ ഹെൽത്തിൻ്റെ പേരും പറഞ്ഞാണ് നമ്മളും അമ്മൂമ്മയും തമ്മിൽ തെറ്റുന്നത്. അല്ലാതെ നമുക്കും പുള്ളിക്കാരിക്കും അല്ലാതെ അടിയാവാൻ ദർ ഇസ് നോ കോമൺ ഗ്രൗണ്ട്, ബിക്കോസ് ഷീ ഈസ് നോട്ട് എഫക്റ്റിംഗ് എനിത്തിങ് ഇൻ അവർ ലൈഫ്. Because we were concerned about my grandfather's health, we were always having fights with her. അങ്ങനെ ഇതുപോലെ ഒരു ദിവസം ഒരു ഹോം നേഴ്സ് രാവിലെ, എന്താ എൻ്റെ പേര്, സഞ്ജുവോ, വൺ ഓഫ് ദ ഹോം നേഴ്സ്, അഭിനവ്, അപ്പൂപ്പൻ രാവിലെ ഈ ഹോം നേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം അപ്പൂപ്പന് ബോധമില്ലാതെ കിടക്കുന്നു, മൂക്കിന്ന് ബ്ലഡ് വരുന്നു, മറ്റേ അമ്മുമ്മയെ ഞാനുമായിട്ട് അടിയായിട്ട് അമ്മുമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ ഞാൻ ഉറക്കം എണീക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് ഇതാണ്. So are we not supposed to question her? We called her and we like, what are you doing? നിങ്ങൾക്ക് അവരുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് സൈഡിൽ ഇരിക്കട്ടെ, ആ ചെറുക്കനോട് അകത്ത് വന്നൊന്ന് നോക്കാൻ പറ. കാരണം നമുക്ക് റെഡിയായി പോകാനൊരു സമയം വേണ്ടേ. അപ്പം അന്ന് ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിൻ്റെ ഇടയിൽ ഷീ സെഡ് എ കപ്പിൾ ഓഫ് തിങ്സ്. വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരുടെ വായി നിന്നു. അതിന് അപ്പൂപ്പനൊന്നായിട്ട് ഒരു ബന്ധമില്ല. ഈ നമ്മളെയൊക്കെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അമ്മൂമ്മയുടെ എന്നല്ല, ഒരു മനുഷ്യൻ്റെ വായിന്ന് പോലും വന്നുകൂടാത്ത തരത്തിലുള്ള, എനിക്ക് ഒരിക്കലും ഇതിൻ്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മൾ പുറത്ത് വിടുക? വി ടോക്കിംഗ് അബൌട്ട് ആർ ഓൺ ഫാമിലി മെമ്പേഴ്സ്. അതുകൊണ്ട് ഈ പ്രൂഫൊക്കെ എൻ്റെ നിന്ന് മാത്രമല്ല, എന്നെ അടുപ്പായിട്ട് പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വേണമെങ്കിലും ചോദിച്ചു, എവ്രിബഡി നോസ് വാട്ട് ദിസ് ഗ്രാൻഡ് മദർ ഓഫ് മൈൻ ടോൾഡ്. അൺഫൊർഗിവബിൾ ആയിട്ടുള്ള ഒരു കാര്യം പുള്ളിക്കാരി പറഞ്ഞു. ഒന്നല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അത് അവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പം ശരിയായിരിക്കാം. അവരെ വളരെ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ബന്ധം തുറന്നുകൊണ്ട് പോകാൻ പറ്റത്തില്ലായിരിക്കും. അതുപോലെ തന്നെ അമ്മൂമ്മ ഭയങ്കര പ്രോബ്ലമാറ്റിക് പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. അപ്പം അവരുടെ താല്പര്യമാണ് ആ സിറ്റുവേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമ്മൂമ്മയൊക്കെ അവർ എത്ര മോശമാണെങ്കിലും അവരെ നമ്മൾ നോക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന എല്ലാവരും വിചാരിക്കണമെന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായെന്ന് അവർക്കേ അറിയത്തുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തൻവിക്ക് അറിയാം. എന്നിട്ടും തൻവി എന്ത് ചെയ്യാണ്, ഈ അമ്മൂമ്മയുടെ വീഡിയോ എടുത്ത് വാട്സാപ്പ് കോളിൽ ചെയ്യുന്നു. അമ്മൂമ്മ വിഷമം പറയുന്നു, എനിക്ക് ആരുമില്ല മക്കളെ, ആരും എന്നെ നോക്കാനില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ അത് എന്തായാലും സിന്ധുവിനും അവർക്കൊക്കെ ബാക്ക്ലാഷ് തൻവിക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും ആ വീഡിയോ തൻവി ഔട്ട് ചെയ്യുന്നു. പക്ഷേ ഇത് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൈവറ്റ് ആക്കുന്നു, വീണ്ടും പബ്ലിക് ആക്കുന്നു. 2 പാട്ട് ഇറക്കിയിട്ടുണ്ട്. അതിങ്ങനെ ഒരു കളിയാണ്, പ്രൈവറ്റും പബ്ലിക്കും ആക്കി. ഇത് മൊത്തത്തിലൊരു ഷെയ്ഡി ആയിട്ടാണ് പോകുന്നത്. ഇത് തന്നെ അഹാനയും പറയുന്നുണ്ട്. നമുക്ക് അഹാന പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. സെപ്റ്റംബറിൽ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ
അവിടെ പോയി എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കി സെപ്റ്റംബർ ഓഫ് ഐം സെയിങ് 2024 ഒക്ടോബറിലാണ് തൻവി പോകുന്നത് ഓസിയുടെ കല്യാണം കഴിഞ്ഞ്. അന്നേ പോയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നാട്ടിൽ വരും എന്നുള്ളൊരു ഇതിലാണ് തൻവി പോകുന്നത് തന്നെ. ആൻഡ് അപ്പം 100% ക്ലിയർ അല്ലായിരുന്നു. അവിടെ പോയി എല്ലാം ഒന്ന് സെറ്റാക്കാൻ പറ്റിയാൽ ഐ വോണ്ട് ടു കം ബാക്ക് എന്നുള്ള രീതിയിലാണ് തൻവി പോകുന്നത്. കഴിഞ്ഞ വർഷം 25th May 2nd July 2025 ആ സമയത്തൊക്കെ വി ആർ വെയിറ്റിംഗ് ദാറ്റ് തൻവി ഉടനെ നാട്ടിലോട്ട് വരും. കാരണം ലിയാൻ ഇവിടെ സ്കൂളിൽ അഡ്മിഷൻ വരെ തൻവി എടുത്തു. 2nd July 2025 തൻവി പറയുന്നുണ്ട് ഹോപ്പ്ഫുള്ളി മൈ ഡിവോഴ്സ് ഇസ് ഗോൺ ബി ഡൺ ബൈ ജൂലൈ. പിന്നെ വിത്തിൻ എ മന്ത് ഐ കെൻ ഗെറ്റ് ലിയാൻസ് ഇന്ത്യൻ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ആൻഡ് കം. അപ്പം നമ്മളൊക്കെ റിപ്ലൈ ചെയ്യുക വാവ് ഗുഡ് ന്യൂസ് അങ്ങനെയൊക്കെ. അപ്പം അന്ന് തൊട്ടേ തൻവി നാട്ടിൽ വരാൻ വേണ്ടിയാണ് ഇരുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ദേ ഗോട്ട് ബാക്ക് ആൻഡ് ദെൻ തൻവി പ്രഗ്നൻ്റ് ആവുന്നത്. എന്നിട്ട് പ്രഗ്നൻ്റ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് എന്നായിരുന്നു 31st January ചാറ്റിൽ തൻവി ഹാസ് ആക്ച്വലി സെഡ് വെൻ ഷീ ഈസ് പ്രഗ്നൻറ്റ് ഷീ സേയിങ് ഹോപ്പ്ഫുള്ളി ഐ കെൻ കം ആൻഡ് സോർട്ട് ആസ് മച്ച്. നമ്മൾ ഈ അമ്മൂമ്മ അപ്പൂപ്പനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തൻവി പറയുന്നുണ്ട് ഹോപ്പ്ഫുള്ളി ഐ കെൻ കം ആൻഡ് സോർട്ട് ആസ് മച്ച് as I can during my leave. I just have to wait till I get my kids passport before I come. This is in 31st January. അപ്പം തൻവി പ്രഗ്നൻ്റ് ആയി അതിന് മുമ്പ് കഴിഞ്ഞ വർഷം എപ്പോഴും വരും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു സ്കൂളിൽ ആ സമയത്ത് അഡ്മിഷൻ എടുത്തത്. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഷീ സെഡ് ഡെലിവറി ഈസ് ഗോയിങ് ടു ബി ഇൻ April or May. അത് കഴിഞ്ഞ് 1 month കഴിഞ്ഞ് വരും. സോ കഴിഞ്ഞൊരു 1 year ആയിട്ട് വി ആർ ഓൾ അണ്ടർ ദി അസംഷൻ ദാറ്റ് 2026 June or July ആകുമ്പോൾ തൻവി വരും. ആൻഡ് വി വർ ഓൾ വെരി എക്സൈറ്റഡ്. മകനെ നാട്ടിൽ കൊണ്ടുവന്ന് ചേർത്ത് അങ്ങനെയുള്ള പ്ലാനുകളൊക്കെ ചെയ്തു വെച്ച തൻവി ഇപ്പം ഒരു ഇമോഷണൽ സംഭവം കിട്ടാൻ അല്ലെങ്കിൽ ഇവർക്കെതിരെ ഈ ഫെയിമുള്ള ആളുകൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് വരും, അതുവഴി കുറച്ച് വ്യൂവർഷിപ്പ് ഒക്കെ വരും എന്ന് ചിന്തിച്ചുകൊണ്ടാണോ തൻവി ഞാൻ അമ്മൂമ്മയെ നോക്കാൻ വരികയാണ്, അപ്പോൾ അമ്മൂമ്മയുടെ വീഡിയോ ഇടുന്നു, എന്നെ നോക്കാൻ ആരുമില്ല മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്? എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം? പലപ്പോഴും നമ്മൾ ഫെയിമുള്ള ആളുകളെ മറ്റുള്ളവർ വ്യൂവർഷിപ്പിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ സ്വന്തം കുടുംബത്തിലുള്ള ഒരാൾ തന്നെ അവർക്ക് ഫെയിം ഉണ്ടെന്ന് മനസ്സിലാക്കി അവരെ ഒരു സ്പോട്ടിലോട്ട് ഇട്ട് കൊടുക്കുന്നത് മനസ്സിലാവുന്നില്ല. ചിലപ്പം തൻവി അറിയാതെ ആയിരിക്കാം ഇട്ടിട്ടുണ്ടാവുക. പക്ഷേ ഇതിൽ അഹാന തന്നെ പറയുന്നുണ്ട് ഭയങ്കര ഷേഡിയാണ് തൻവിയുടെ ചില കാര്യങ്ങളെന്നൊക്കെ. ഈ ഒരു അമ്മൂമ്മ എന്നെ നമ്മളെ പറ്റി പറഞ്ഞ ഈ മോശപ്പെട്ട കാര്യം നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ ഇട്ടു. സെയിം ലിസൺ, നിങ്ങൾ വേണമെങ്കിൽ ബന്ധം വെച്ചോ, എനിക്കിനി അമ്മൂമ്മയായിട്ട് ബന്ധം വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനിത് ഗ്രൂപ്പിലിട്ടപ്പം എൻ്റെ ഈ കസിൻ തൻവി ഓൾസോ റിപ്ലൈഡ് സേയിങ് ഓ മൈ ഗോഡ് ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ടു സേ, ഇത് എന്താ പറയുന്നതെന്നുള്ള രീതിയിൽ. സോ ഈവൻ തൻവി നോസ് വൈ വി ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് ഹെർ വെരി 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 ക്ലിയർലി. എന്നിട്ട് കാനഡയിൽ നിന്ന് വിളിച്ച് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു വീഡിയോ കോൾ വിളിക്കുന്നു, അമ്മൂമ്മയെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ച പോലെ കുറേ ഡയലോഗ്സ്, എന്താണ് എന്നെ വിളിക്കാൻ ആരുമില്ല, ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ്, അങ്ങനെ ഇങ്ങനെ. അതെടുത്തിടാൻ തൻവി കാണിച്ചൊരു മനസ്സ് എനിക്കൊന്നുമില്ല പറയാൻ. വെൻ ഷീ വെരി വെൽ നോസ് വാട്ട് ദിസ് ലേഡി ഹാസ്. തൻവിക്ക് അത്ര കൺസേൺ അമ്മൂമ്മയായിട്ടുണ്ടെങ്കിൽ വൈ കുഡ്ന്റ് ഷീ ടെൽ അമ്മൂമ്മ, അമ്മൂമ്മ പറഞ്ഞത് തെറ്റ്, ചെയ്തത് തെറ്റ്, അവരോട് പോയി ഒന്ന് അപ്പോളജൈസ് ചെയ്യും. കാരണം പ്രായമായ ആളല്ലേ എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പോട്ടെ അങ്ങ് ഫൊഗീവ് ചെയ്ത് വിടാം, പക്ഷേ നോട്ട് എവ്രിതിങ്. യുവർ ഏജ് ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് ടു സേ എനിത്തിങ്. അപ്പം തൻവിക്കിപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ പുള്ളിക്കാരി എടുത്ത് വന്ന് അപ്പോളജൈസ് ചെയ്യാൻ പറഞ്ഞുകൂടായിരുന്നോ? അപ്പോളജൈസ് ചെയ്തൊന്ന് നല്ലപോലെ ഒന്ന് സോറി പറഞ്ഞെങ്കിൽ നമ്മൾ ആ പോട്ടെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വി കുഡ് ഹാവ് കെപ്റ്റ് എ ബേസിക് കോൺടാക്ട് വിത്ത് ഹർ. അതിനെ പോയി ഒരു വീഡിയോ എടുത്ത് ഒരു ഇതൊക്കെ പറയിപ്പിച്ച് ആ വീഡിയോ എടുത്ത് ഒരു വ്ളോഗർ ഇങ്ങനെ പുറത്തിടുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ബാക്ക് സ്റ്റോറി മൊത്തം അറിയാത്ത ആൾക്കാർ എന്താ വിചാരിക്കുക, നമ്മളെക്കുറിച്ച് എന്താ ചിന്തിക്കുക? ശരി, ഓക്കെ, ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരാൾ, നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ, ഇപ്പം തൻവിക്ക് ശരി, ഷീ ഈസ് ഡെഫിനറ്റ്ലി വെരി കൺസിസ്റ്റൻറ്റ് വിത്ത് സോഷ്യൽ മീഡിയ വിത്ത് 2 children ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഷീ ഈസ് വെരി സ്മാർട്ട്, അവിടെ പോയി നമ്മൾ വീഡിയോസൊക്കെ ചെയ്യും. പക്ഷേ തൻവി ഇന്ന് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ തൻവി ആൾക്കാർ അറിയപ്പെടുന്നത് വരെ ഇസ് ബിക്കോസ് ഷീ ഹാപ്പൻ ടു ബി ആ റിലേറ്റീവ്. പിന്നെ തൻവി കൺസിസ്റ്റൻ്റ് ആയിട്ട് കോണ്ടന്റ് ഇട്ടതുകൊണ്ടായിരിക്കാം തൻവിക്ക് തൻവിയുടേതായിട്ടുള്ളൊരു ഓഡിയൻസ് ബിൽഡ് ചെയ്തത്. അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നും ഇവരുടെ കസിൻ അപ്പം നമ്മൾ യൂട്യൂബ് കോണ്ടന്റ് ചെയ്യുന്ന കണ്ടിട്ടാണ് തൻവിയുടെ ഇനിഷ്യലി ചാനലിൽ ഫുൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തതേ നമ്മളാണ്. തൻവിയുടെ ചാനലിൻ്റെ എന്താ മോണറ്റൈസേഷനും കാര്യങ്ങളും ഒക്കെ റെഡി. തൻവിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു, ഇതെല്ലാം ചെയ്തു കൊടുത്തത് അശ്വിനാണ്. അശ്വിനും കൂടിയാണ് അത് ചെയ്തു കൊടുത്തത്. ആൻഡ് തൻവി ഇനിഷ്യലി OCയുടെ കല്യാണത്തിന് നാട്ടിൽ വന്ന സമയത്ത് വി വർ വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഹർ വീഡിയോസ്. കാരണം ഇപ്പോൾ നമ്മൾ തൻവിയുടെ ഇനിഷ്യൽ വീഡിയോസിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ കാണും, ആ ചാനലിനൊരു സബ്സ്ക്രിപ്ഷൻ കിട്ടും. ആൻഡ് ഇഫ് ഷീ ഈസ് ഏബിൾ ടു മേക്ക് എൻ എക്സ്ട്രാ അഡീഷണൽ ഇൻകം ത്രൂ ദാറ്റ്, വി വർ വെരി ഹാപ്പി ഫോർ ഹർ, ഗുഡ് ഫോർ ഹർ.
അപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്ത് തൻവി നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കൂടെ നിന്ന് ഈ കോണ്ടന്റ് ഒക്കെ എടുത്തിട്ട് ചാനലൊക്കെ ഒരു അത്യാവശ്യം വലുതായി കഴിഞ്ഞിട്ട് അതേ ചാനലിൽ വന്ന് തൻവിക്ക് തന്നെ തെറ്റെന്നറിയാവുന്ന ഫേക്ക് എന്നറിയാവുന്ന ഫോൾസ് എന്നറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് എഗൻസ്റ്റായി വർക്കൗട്ട് ആകാവുന്ന രീതിയിൽ എടുത്തിടാൻ കാണിച്ച ആ ഒരു മനസ്സ്, ഇറ്റ്സ് ജസ്റ്റ് very upsetting and disappointing because she's not a random person. Whatever is the family dynamics or the issues we have between us, it's wrong. It's very wrong. ഇതറിയാതെ അല്ല തൻവി അത് ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ ഒരു ബാക്ക്ലാഷ് ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തൻവിയെ ചെയ്തിട്ടുണ്ടെന്ന രീതിയിൽ അഹാനയും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അമ്മൂമ്മയായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ട് അത് നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഏകദേശം 1 മില്യൺ അടുത്ത് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യം അമ്മൂമ്മയെ നോക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞ തൻവി ഇപ്പം പറയുന്ന വേറൊരു കാര്യമാണ്. നമുക്കതൊന്ന് കേൾക്കാം. ഞാൻ ഇതുവരെ ആരോടും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ലിയന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവൻ്റെ കാര്യങ്ങൾക്ക് ഞാനും യോജിയും അന്ന് പണ്ട് പ്രശ്നമായതും ലിയനെ കാരണമാണ്. കാരണം ലിയൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് ഞാൻ വെളിയിൽ കുറച്ച് മെഡിക്കൽ പ്രശ്നങ്ങളുണ്ട് ലിയന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ ലാസ്റ്റ് വീണ്ടും ഒരുമിച്ചത്. കാരണം അവൻ്റെ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി ഡിഫിക്കൽട്ടായി തുടങ്ങി എനിക്ക്. അങ്ങനെ ലിയന് കുറച്ച് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാൻ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല ഇതിന് വേണ്ടിയിട്ട്. പക്ഷേ അവിടെ എല്ലാം ഗവൺമെൻറ്, ആശുപത്രി പോലും എല്ലാം ഗവൺമെൻറ്റാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും എന്തായാലും പോകുന്നത് നടക്കത്തില്ല. സോ അതിന് വേണ്ടിയിട്ടും മെയിൻ റീസൺ ഞാൻ ഇവിടേക്ക് വന്നത്, അവന് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിലാകുമ്പോൾ നമുക്കൊരു ആശുപത്രി കയറണമെങ്കിൽ പോലും പോവുക, അപ്പോയിൻമെൻറ്റ് എടുക്കുക, കാണുക, അത്രയും എളുപ്പമാണ്. അപ്പോൾ അവൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി വന്നത്. സെക്കൻഡ്ലി അപ്പോൾ അമ്മൂമ്മയുടെ കാര്യം നോക്കാം, മോൻ്റെ കാര്യം നോക്കാം. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കേട്ടല്ലോ, ആദ്യമേ അമ്മൂമ്മയെ നോക്കാൻ വരികയാണെന്ന് പറഞ്ഞ തൻവി നേരത്തെ പ്ലാൻ ചെയ്ത് ഇവിടെ വരാൻ വേണ്ടി ഇരുന്നതാണ്. കൊച്ചിന് എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ടൊക്കെ വരാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇവിടെ അഡ്മിഷൻ വരെ എടുക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്. അതുകൂടാതെ ആ സംസാരിക്കുന്നതിലൊക്കെ ഒരു മരുമരുപ്പും പിന്നെ കണ്ണിടത്തോട്ടൊക്കെയാണ് പോകുന്നത്. പറയാനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും ബാക്ക്ലാഷൊക്കെ അവർക്ക് ഉണ്ടായപ്പം വീഡിയോ പ്രൈവറ്റ് ചെയ്യുന്നു, വീണ്ടും പബ്ലിക് ചെയ്യുന്നു, അങ്ങനെയുള്ള ചെറിയ കളികളും കാര്യങ്ങളും ഒക്കെ തൻവിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത് വ്യൂസിനാണോ, യൂട്യൂബ് ചാനൽ വളർത്താനാണോ, അതോ വേറെന്തെങ്കിലും ആണോ എന്നുള്ള തൻവി തന്നെ പറയണം. എന്തായാലും ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നത് അത് ഒരിക്കലും ആർക്കും ഗുണം ചെയ്യത്തില്ല. ബാക്കി കാണുന്നവർ ഓരോ കാര്യങ്ങളും, കമൻ്റ് ഇടുന്നവർ ഓരോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ ഫാമിലിയിലാണ് അത് പ്രശ്നം ഉണ്ടാകുക. ഈ ഇട്ടേക്കുന്ന സാധനങ്ങൾ ഇത് ഇനി നിങ്ങൾക്ക് ഒരിക്കലും പ്രൈവറ്റ് ആക്കാൻ പറ്റത്തില്ല. അത് പബ്ലിക്കായി എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ അതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളെ ഹോണ്ട് ചെയ്യും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഇത് നിങ്ങളെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. കുടുംബത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ സ്വകാര്യതകളാണ്. അത് സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ പ്രതികരിക്കും. അത് അത്രത്തോളം ഫെയിമുള്ള അഹാനയും കൃഷ്ണകുമാറും സിന്ധുവും ഒക്കെ എല്ലാവരും ഓരോ യൂട്യൂബ് ചാനലുള്ളവരാണ്. അവർക്കൊക്കെ പ്രത്യേകം ഫാൻ ബേസും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. അങ്ങനെയുള്ളപ്പം ഇത് എന്തായാലും രണ്ടു കൂട്ടർക്ക് നല്ല ചെയ്യത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.